ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ 14 തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. PSC എക്സാമുകളിലെ ഇമ്പോർട്ടന്റ് പാർട്ടായിട്ടുള്ള SCERT പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കുവാൻ വേണ്ടി ടാലന്റിന്റെ SCERT അറിവിടം ബുക്കുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് ഈ ഒരു ബുക്കുകൾ വരുന്നത്. രണ്ട് പാർട്ടായിട്ട് രണ്ട് സബ്ജക്റ്റിലായിട്ട്, അതായത് സയൻസും സോഷ്യൽ സയൻസുമായിട്ടാണ് ഈ ഒരു ബുക്കുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഇതിലെന്താണ് ടീച്ചേഴ്സ് ടെക്സ്റ്റും അതേപോലെ ലേണിംഗ് റൂമും ക്വസ്റ്റ്യൻ ബാങ്കും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ കുട്ടികളുടെ പുസ്തകം മാത്രമല്ല ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും എല്ലാം അടങ്ങുന്ന ഈ ഒരു ബുക്കുകൾ ചാപ്റ്റർ വൈസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ കഴിയുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ ടാലന്റിന്റെ അറിവിടം ബുക്കുകൾ സ്വന്തമാക്കൂ. അടുത്ത് തന്നെ വരാൻ പോകുന്ന ബുക്ക് LDC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. PSC എക്സാമുകളിലെ ആനുകാലികത്തിൽ 10 മാർക്കിൽ ഏറ്റവും കൂടുതൽ മാർക്കുകൾ സ്കോർ ചെയ്യുവാൻ നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസുകൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള ടാലന്റിന്റെ സ്പെഷ്യൽ എഡിഷൻ കറണ്ട് അഫയേഴ്സ് ബുക്ക് ഉടൻ തന്നെ സ്വന്തമാക്കുക. ടാലന്റിന്റെ പ്രസിദ്ധീകരണങ്ങൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി വളരെ ഈസി ആയിട്ട് ഈ ബുക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇവിടെ നിന്ന് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ആദ്യം നമ്മൾ നോക്കുന്നത് അപ്പോയിന്റ്മെന്റ് ആണ്. 2025 ഡിസംബറിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരെന്ന് നോക്കാം. അപ്പോൾ ഓർത്ത് വെക്കുക, ആൻഡ്രേജ് ബാബിസ് ആണ്. ആരാണ്? ആൻഡ്രേജ് ബാബിസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ഏത് രാജ്യത്തിന്റെയാണെന്ന് ഓർത്ത് വെക്കുക, ചെക്ക് റിപ്പബ്ലിക്കിന്റെ ആണ്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് ആരാണ്? ആൻഡ്രേജ് നിയമിതനായിരിക്കുന്നത്. എപ്പോഴാണ് ഈ ഒരു നിയമനം നടന്നിരിക്കുന്നത്? 2025 ഡിസംബറിലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഏജീസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡർ ആരെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. എന്തിന്റെയാണെന്ന് ഓർത്ത് വെക്കുക, ഏജീസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിന്റെ ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആകാൻ കാരണം, നമ്മൾ പഠിക്കാൻ കാരണം എന്താണ്? ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അതുകൊണ്ട് ഈ പോയിന്റ് ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം, ഒന്ന് പഠിച്ചു വെച്ചേക്കാം. PSC എങ്ങാനും ചോദിച്ചാലോ. അപ്പോൾ എന്തിന്റെയാണെന്ന് ഓർത്ത് വെക്കുക, ഏജീസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിന്റെ ആണ്. ബ്രാൻഡ് അംബാസഡർ ആയിരിക്കുന്നത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അടുത്തതൊരു അവാർഡാണ് നമ്മൾ നോക്കുന്നത്. 2025 ഗട്സ് ഗാവൽ അവാർഡ് ലഭിച്ചത് ആർക്കെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, പ്രതീക് റോയ്ക്കാണ്. ആർക്കാണ്? പ്രതീക് റോയ്ക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയയുടെ ഗട്സ് ഗാവൽ അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം ഇന്ത്യൻ ആർമിയിലെ ഒരു കേണലാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ആരാണ്? പ്രതീക് റോയ്. ഇനി അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ലഭിക്കാൻ കാരണം എന്താണ്? ഓസ്ട്രേലിയൻ ഡിഫൻസ് കോളേജിലെ ഡിഫൻസ് സ്ട്രാറ്റജിക് ആൻഡ് സ്റ്റഡീസ് കോഴ്സ് പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് ഇന്ത്യൻ ആർമി കേണലായിട്ടുള്ള പ്രതീക് റോയ്ക്ക് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ ഏത് അവാർഡാണ് ലഭിച്ചതെന്ന് ഓർത്ത് വെക്കുക, ഗട്സ് ഗാവൽ അവാർഡാണ്. 2025 ലഭിച്ചത്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള അവാർഡാണ്. ഈ ഒരു അവാർഡ് ലഭിച്ചത് ഇന്ത്യൻ ആർമി കേണലായിട്ടുള്ള പ്രതീക് റോയ്ക്കാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തത് മറ്റൊരു അവാർഡാണ് നമ്മൾ നോക്കുന്നത്. 5ാമത് റെഡ് സീ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ഗ്ലോബ് ഹൊറൈസൺ അവാർഡ് ലഭിച്ച നടി ആരെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ആലിയ ഭട്ടിനാണ്. ആർക്ക് ലഭിച്ചു? ആലിയ ഭട്ടിന്. ഇന്ത്യൻ അഭിനേത്രിയായിട്ടുള്ള, ഇന്ത്യൻ ചലച്ചിത്ര നടിയായിട്ടുള്ള ആലിയ ഭട്ടിന് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താണ്? ഒരു ഫിലിം ഫെസ്റ്റിവലിലാണ്. ഏതാണ്? 5ാമത് റെഡ് സീ ഫിലിം ഫെസ്റ്റിവലിലാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 5ാമത് റെഡ് സീ ഫിലിം ഫെസ്റ്റിവൽ നടന്നത് 2025 ഡിസംബറിലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ഗ്ലോബ് ഹൊറൈസൺ അവാർഡാണ് ലഭിച്ചിരിക്കുന്നത്. ആർക്കാണ് ലഭിച്ചത്? ആലിയ ഭട്ടിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഇനി ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത്. പഞ്ച്കുലയാണ് വേദിയായിട്ട് വരുന്നത്. എന്തിന്റെ വേദിയാണ്? 2025 ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദിയാണ്. എന്താണ്? 2025 ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണെന്ന് ഓർത്ത് വെക്കുക, പഞ്ച്കുലയാണ്. ഹരിയാനയിലെ പഞ്ച്കുലയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ 2025 ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. എവിടെ വെച്ചാണ് നടക്കുന്നത്? ഹരിയാനയിലാണ്. ഹരിയാനയിലെ പഞ്ച്കുലയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ ആണ്. 2025 വേദി എവിടെയാണ്? പഞ്ച്കുല. ഹരിയാനയിലെ പഞ്ച്കുലയാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. തൊഴിലുറപ്പ് പദ്ധതിക്ക് നൽകുന്ന പുതിയ പേര് എന്തെന്നാണ്. അപ്പോൾ നമുക്ക് നിലവിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരെന്താണ്? മാറാൻ പോവുകയാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ കേന്ദ്ര മന്ത്രിസഭ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നൽകാൻ ഉദ്ദേശിക്കുന്ന പുതിയ പേര് എന്തെന്ന് നമുക്ക് പഠിച്ചു വെക്കാം. പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്നാണ്. എന്താണ്? പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്നാണ് പേര് നൽകാനായിട്ട് പോകുന്നത്. മാത്രമല്ല നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതി എന്താണ്? വർഷത്തിൽ 100 ദിവസം എന്താണ്
ഈ ഒരു തൊഴിലുറപ്പ്, അതായത് തൊഴിൽ ദിനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്, അർഹതപ്പെട്ടവർക്ക് തൊഴിൽ ദിനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. ആ ഒരു തൊഴിൽ ദിനങ്ങൾ എന്താണ് 125 ദിവസമാക്കാനും എന്താണ് പ്ലാൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയ പേര് നൽകുന്നത് ഏതാണെന്ന് ഓർത്ത് വെക്കുക, പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജനയാണ്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് നേരത്തെ ഉണ്ടായിരുന്ന പേര് എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പേര്. അപ്പോൾ ഈ ഒരു മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് അതിലെന്താണ് ഹിന്ദിയിലോട്ട് അർത്ഥവൽക്കരിച്ചാണ് പുതിയ പേര് വരുന്നത്. എന്താണ്? പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്ന് വരുന്നത് എങ്ങനെയാണെന്ന് ഓർത്ത് വെക്കുക. അത് ഹിന്ദിയിലോട്ട് അർത്ഥവൽക്കരിച്ചുകൊണ്ടാണ് ഈ ഒരു പുതിയ പേര് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതാണ് 100 ദിവസം എന്നുള്ളത് 125 ദിവസമാക്കാനും പ്ലാൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചത് എപ്പോഴാണെന്ന് ഓർത്ത് വെക്കുക, അത് 2005-ലാണ്. 2005-ലാണ് എന്താണ് ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണെന്ന് ഓർത്ത് വെക്കുക, തൊഴിലുറപ്പ് പദ്ധതിക്ക് നൽകുന്ന പുതിയ പേര് എന്തെന്നാണ്? പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്നാണ് പുതിയ പേര് നൽകുന്നത്. ഇനി നമ്മൾ ചൈനയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ചർച്ച ചെയ്യുന്നത്. ഗർഭനിരോധന മരുന്നുകൾക്കും ഗർഭനിരോധന ഉൽപ്പന്നങ്ങൾക്കും മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ്. അപ്പോൾ ചൈനയാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന എന്താണ്? ജനുവരി 1 മുതൽ ഈ ഒരു മൂല്യവർദ്ധിത നികുതി എന്താണ് ബാധകമാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് ഉൽപ്പന്നങ്ങൾക്കാണ്, എന്തിനാണെന്ന് ഓർത്ത് വെക്കുക, ഗർഭനിരോധന മരുന്നുകൾക്കും അതേപോലെ ഗർഭനിരോധന ഉൽപ്പന്നങ്ങൾക്കുമാണ് 13%, എത്രയാണ്? 13% മൂല്യവർദ്ധിത നികുതി, അതായത് വാല്യൂ ആഡഡ് ടാക്സ് ആണ്, വാറ്റ് ആണ് എന്താണ് ഏർപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ജനുവരി 1 മുതൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തീരുമാനം എടുത്ത രാജ്യം ഏതാണ്? ചൈനയാണ്. ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാനുണ്ടാകുന്ന സാഹചര്യം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചൈനയിൽ എന്താണ് നേരത്തെ എന്താണ് വൺ ചൈൽഡ് എന്നുള്ള പോളിസി ആയിരുന്നു നിലനിന്നിരുന്നത്. ആ ഒരു തീരുമാനം എടുത്തപ്പോൾ മുതൽ എന്താണ് ഈ ഒരു ഗർഭനിരോധന മരുന്നുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും ഒന്നും എന്താണ് ഇത്തരത്തിലൊരു നികുതി ഇല്ലായിരുന്നു, ഈ ഒരു ടാക്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നിലവിൽ എന്താണ് അവിടുത്തെ ജനസംഖ്യ കുറഞ്ഞു വരുന്ന, അതായത് ജനന നിരക്ക് എന്താണ് കുറഞ്ഞു വരുന്ന സാഹചര്യമാണുള്ളത്. ഈ ഒരു ജനന നിരക്ക് ഒരു പരിധിയിൽ താഴെ പോകുന്നത് എന്താണ് നമ്മുടെ എക്കോണമിയെ തന്നെ, അതായത് ഒരു രാജ്യത്തിന്റെ എക്കോണമിയെ ബാഡ് ആയിട്ടായിരിക്കും ബാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ജനന നിരക്ക് കുറയുന്ന സാഹചര്യത്തിലാണ് ചൈന എന്താണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് ജനന നിരക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ടാക്സ് കൊണ്ടുവരുന്നത്. മാത്രമല്ല ജനന നിരക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അത് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള എന്താണ് പോളിസികളും പദ്ധതികളും സബ്സിഡികളും എല്ലാം എന്താണ് ഈ ഒരു രാജ്യം ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, ഈ ഒരു ഗർഭനിരോധന മരുന്നുകൾക്കും ഗർഭനിരോധന ഉൽപ്പന്നങ്ങൾക്കും ഒക്കെ എന്താണ് ഈ ഒരു ടാക്സ്, അതായത് ഈ ഒരു മൂല്യവർദ്ധിത നികുതി 13% ഏർപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ തീരുമാനമെടുത്ത രാജ്യം ഏതാണ്? ചൈനയാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ടൈം മാഗസിൻ 2025 പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്തെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കാം ആരെല്ലാമാണ്? ആർക്കിടെക്ട്സ് ഓഫ് AI ആണ്. എന്താണ്? ആർക്കിടെക്ട്സ് ഓഫ് AI ആണ് 2025 ടൈമിന്റെ എന്താണ് പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആർക്കിടെക്ട്സ് ഓഫ് AI എന്ന് പറയുന്നത്, അതായത് AI-യുടെ ശില്പികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു AI, അതായത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് വേൾഡിൽ കൂടുതൽ സംഭാവന നൽകിയ ആളുകളെ കുറിച്ച് അതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്താണ് ടൈം മാഗസിൻ ഇത്തരത്തിലൊരു പേര് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്താണ് ആൾക്കാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആർക്കിടെക്ട്സ് ഓഫ് AI ആണ് എന്താണ് 2025 ടൈമിന്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം നോക്കുന്ന വ്യക്തി ഇതാണ്, ജെൻസൺ ഹ്വാങ്. ആരാണ്? ജെൻസൺ ഹ്വാങ് ആണ്. അടുത്തത് എന്താണ്? സാം ഓൾട്ട്മാൻ. അദ്ദേഹം ഓപ്പൺ AI-യുടെ CEO ആണ്. എന്താണ്? ഓപ്പൺ AI-യുടെ CEO ആരാണെന്ന് ഓർത്ത് വെക്കുക, സാം ഓൾട്ട്മാൻ ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്, ഇലോൺ മസ്ക്. അപ്പോൾ എന്താണ് നമ്മൾ കുറേ അധികം പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്താണ് XAI എന്നുള്ളത്. അപ്പോൾ ഈ ഒരു XAI-യുടെ സ്ഥാപകനാണ് ഇലോൺ മസ്ക്. അപ്പോൾ അദ്ദേഹവും എന്താണ് ഈ ഒരു ആർക്കിടെക്ട്സ് ഓഫ് AI-യിൽ ഉൾപ്പെടുന്നുണ്ട്. അടുത്ത നമ്മൾ നോക്കുന്ന വ്യക്തി ലിസ സു ആണ്. ആരാണ്? ലിസ സു ആണ്. അപ്പോൾ ലിസ സു ആരാണ്? AMD-യുടെ എന്താണ് CEO ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്താണ്? AMD-യുടെ എന്താണ് CEO ആണ്, അതായത് അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസിന്റെ CEO ആണ്. ആരാണ്? ലിസ സു എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അടുത്ത വ്യക്തി ആരാണ്? ഡെമിസ് ഹസാബിസ് ആണ്. ആരാണ്? ഡെമിസ് ഹസാബിസ് ആണ്. ഡീപ് മൈൻഡ് ടെക്നോളജീസിന്റെ CEO ആണ്. ആരാണ്? ഡെമിസ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അതേപോലെ ഡാരിയോ എന്താണ്? ഡാരിയോ അമോഡെ, അദ്ദേഹം
എന്താണ്? ആന്ത്രോപിക്കിന്റെ എന്താണ്? CEO ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി മാർക്ക് സുക്കർബർഗ്, അദ്ദേഹം നമുക്കറിയാം മെറ്റയുടെ CEO ആണ്. മെറ്റയുടെ CEO ആണ് ആരാണ്? മാർക്ക് സുക്കർബർഗ്. ഇനി നോക്കുന്നത് ഫിഫി ലീ എന്നുള്ള വ്യക്തിയാണ്. അപ്പോൾ ഫിഫി ലീ എന്ന് പറയുന്നത് എന്താണ്? AI-യുടെ ഗോഡ് മദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. എന്താണ്? AI-യുടെ ഗോഡ് മദർ എന്ന് അറിയപ്പെടുന്ന, അതായത് ഗോഡ് മദർ ഓഫ് AI എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരാണ്? ഫിഫി ലീ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയും പേരെയാണ് എന്താണ് ഈ ഒരു ടൈം മാഗസിൻ എന്താണ് ആർക്കിടെക്ട്സ് ഓഫ് AI എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും പേരുടെ പിക്ചർ ഉൾപ്പെടെയുള്ള എന്താണ് ഒരു കവർ പേജിലൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കാൻ ഈസിയാണ്. ഇതെല്ലാം നമ്മൾ കേട്ട് പരിചയമുള്ള ആൾക്കാരാണ്. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തതൊരു വേദിയാണ്, ഒരു മത്സരത്തിന്റെ വേദിയാണ് നമ്മൾ നോക്കുന്നത്. സ്ക്വാഷ് ലോകകപ്പ് 2025 വേദി എവിടെയെന്നാണ്? ഇന്ത്യയാണ് വേദിയാവുന്നത്. എന്താണ്? 2025 സ്ക്വാഷ് ലോകകപ്പിന് വേദിയാവുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യ തുടർച്ചയായി മൂന്നാം തവണയാണ് ഈ ഒരു ലോകകപ്പിന് വേദിയാവുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, സ്ക്വാഷ് ലോകകപ്പ് 2025 വേദി എവിടെയാണ്? ഇന്ത്യയാണ്. തുടർച്ചയായി മൂന്നാം തവണയാണ് ഈ ഒരു മത്സരത്തിന് ഇന്ത്യ വേദിയാവുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ വിരമിക്കൽ തീരുമാനം പിൻവലിച്ച ഇന്ത്യൻ ഗുസ്തി താരം ആരെന്നാണ്? ഓർത്തു വെക്കുക, വിനേഷ് ഫോഗട്ട് ആണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് വിനേഷ് ഫോഗട്ട് ഈ ഒരു മത്സരത്തിൽ നിന്നൊക്കെ എന്താണ് വിരമിക്കുകയാണ് എന്നുള്ള വാർത്ത. അപ്പോൾ ആ ഒരു തീരുമാനം പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മത്സരത്തിൽ പങ്കെടുക്കും. പഴയ ഊർജ്ജമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചു വരാൻ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ 2024 ഒരു ന്യൂസ് നല്ലതുപോലെ നമുക്ക് എന്താണ് വേദനാജനകമായിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. 2024 പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ ഗുസ്തി വിഭാഗം 50 കിലോഗ്രാം വിഭാഗത്തിൽ എന്താണ് 100 ഗ്രാം എന്താണ് വെയിറ്റ് കൂടി എന്നുള്ള കാരണത്താൽ എന്താണ് ഈ ഒരു വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഒരു തീരുമാനം എന്താണ് നമുക്ക് ഇന്ത്യക്ക് മൊത്തത്തിൽ ഒരു അടിയായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു വേദന മറക്കാനായിട്ട് പുതിയൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വിനേഷ് ഫോഗട്ട് എന്താണ് തിരിച്ചു വരികയാണ്. ആ ഒരു വിരമിക്കൽ തീരുമാനമെല്ലാം എന്താണ് പിൻവലിച്ചിരിക്കുകയാണ്. ഇനി വിനേഷ് ഫോഗട്ടിന് ലഭിച്ചിട്ടുള്ള പ്രധാന പുരസ്കാരങ്ങൾ നമുക്കൊന്ന് ഓർത്തു വെക്കാം. 2020 ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2020 എന്താണ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ 2016 അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു രണ്ട് പുരസ്കാരങ്ങൾ 2023 എന്താണ് കർത്തവ്യ പഥിൽ എന്താണ് ഉപേക്ഷിക്കുകയുണ്ടായി. 2023 ഈ ഒരു രണ്ട് പുരസ്കാരം എന്താണ് കർത്തവ്യ പഥിൽ എന്താണ് ഉപേക്ഷിച്ചു. വിനേഷ് ഫോഗട്ട് ഉപേക്ഷിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കുക. അടുത്തിടെ വിരമിക്കൽ തീരുമാനം പിൻവലിച്ച ഇന്ത്യൻ ഗുസ്തി താരമാരാണ്? വിനേഷ് ഫോഗട്ട് ആണ്. ഇനി വരുന്ന കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ LGS റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഒരൊറ്റ പോളിയത്തിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. മുൻവർഷ ചോദ്യങ്ങളും SCRT NCRT പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ റാങ്ക് ഫയൽ വാങ്ങിക്കുക. ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുവാൻ വേണ്ടി ടാലന്റിന്റെ റാങ്ക് ഫയലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. 3 വോളിയങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ ലഭ്യമാകുന്നത്. മാത്രമല്ല ഇത് പ്രിലിംസിനും അതേപോലെ മെയിൻസിനും ഉപകാരപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. SCRT NCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ ടാലന്റിന്റെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലുകൾ സ്വന്തമാക്കൂ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2025 ഡിസംബറിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ്? ആൻഡ്രേജ് ബാബിസ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഏജീസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡർ ആരെന്നാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. എന്താണ് ഏജീസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡർ. ശേഷം നമ്മൾ നോക്കിയത് ഒരു അവാർഡായിരുന്നു. 2025 ഗെറ്റ്സ് ഗാവൽ അവാർഡ് ലഭിച്ചത് ആർക്കെന്നാണ്? പ്രതീക് റോയ്ക്കാണ്. ഇന്ത്യൻ ആർമി കേണലായിട്ടുള്ള പ്രതീക് റോയ്ക്കാണ് ഈ ഒരു ഓസ്ട്രേലിയയുടെ അവാർഡ് ലഭിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 5ാമത് റെഡ് സീ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ഗ്ലോബ് ഹൊറൈസൺ അവാർഡ് ലഭിച്ച നടി ആരെന്നാണ്? ആലിയ ഭട്ടിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2025 5ാമത് റെഡ് സീ ഫിലിം ഫെസ്റ്റിവൽ നടന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ശേഷം നമ്മൾ നോക്കിയത് 2025 ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയെന്നാണ്? അപ്പോൾ ഹരിയാനയിലെ പഞ്ച്കുലയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഒരു പുതിയ പേരായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതിക്ക് നൽകുന്ന പുതിയ പേര് എന്തെന്നാണ്? പേര് പ്രത്യേകം നോട്ട് ചെയ്യുക. പൂജ്യ ബാപു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്നാണ് പേര് നൽകുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നുള്ള ഒരു പേര് എന്താണ് ഹിന്ദിവൽക്കരിച്ചാണ് ഈ ഒരു പേര് പുതിയ പേര് വരുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. ഗർഭനിരോധന മരുന്നുകൾക്കും അതേപോലെ ഗർഭനിരോധന ഉൽപ്പന്നങ്ങൾക്കും മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ്? ചൈനയിലാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നത്. 13% എന്താണ് വാറ്റ് ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്.
തീരുമാനിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ടൈം മാഗസിൻ 2025 പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നായിരുന്നു. അപ്പോൾ എന്താണ്, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, എന്താണ്, ആർക്കിടെക്ട്സ് ഓഫ് AI എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു AI-യുടെ മേഖലയ്ക്ക് സംഭാവന നൽകിയ വ്യക്തികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പേര് നൽകിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് മറ്റൊരു വേദിയായിരുന്നു സ്ക്വാഷ് ലോകകപ്പ് 2025 വേദി എവിടെയാണ്? ഇന്ത്യയാണ്. ഇന്ത്യ തുടർച്ചയായി 3-ാം തവണയാണ് ഇങ്ങനെ ഈ ഒരു മത്സരത്തിന് വേദിയാവുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ വിരമിക്കൽ തീരുമാനം പിൻവലിച്ച ഇന്ത്യൻ ഗുസ്തി താരം ആരെന്നാണ്? വിനേഷ് ഫോഗട്ട് ആണ്. അപ്പോൾ 2025 പാരീസ് ഒളിമ്പിക്സിൽ എന്താണ് മത്സരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു വാർത്തയിൽ തുടർന്ന് എന്താണ് ഈ ഒരു വിരമിക്കൽ തീരുമാനമൊക്കെ എടുക്കുകയായിരുന്നു. പിന്നീട് എന്താണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്, വിരമിക്കുന്നില്ല, ഇനിയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കും. 2020 എന്താണ് കേരളരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2016 അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 2 പുരസ്കാരങ്ങളും 2023 കർത്തവ്യ പതിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ 2025 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് നേടിയത് ആരെന്നാണ്? ഓപ്ഷൻ എ രവീണ ടണ്ടൻ, ഓപ്ഷൻ ബി സ്നേഹ ഷാഹി, ഓപ്ഷൻ സി ആനന്ദ് അംബാനി, ഓപ്ഷൻ ഡി സുപ്രിയ സാഹു. അടുത്ത ചോദ്യം ഇതാണ്: ഭൂമി സുധാർ സംവാദ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ്? ഓപ്ഷൻ എ ബീഹാർ, ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ സി തെലങ്കാന, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: അടുത്തിടെ ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള മുഖ്യമന്ത്രി ആരെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, നിതീഷ് കുമാർ ആണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു: കലാച്ചി എന്ന നോവല് രചിച്ചത് ആരെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, KR മീര രചിച്ച ഒരു രചനയാണെന്നാണ് കലാച്ചി എന്ന നോവൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.